ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ വന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പോയി 2 ദിവസം നിന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസം അജയനെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഊട്ടിക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ ഇന്നലെ എറണാകുളത്തെത്തി. ഇന്ന് ഞങ്ങളിത് ഇന്ന് പുലർച്ചെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഊട്ടിക്ക് വന്നു. അപ്പം ഞങ്ങൾ എറണാകുളത്തുനിന്ന് പാലക്കാട്, കോയമ്പത്തൂർ കൂടിയാണ് കേട്ടോ ഊട്ടിക്ക് വന്നത്. നീലഗിരി കൂടിയാണ് ഊട്ടിക്ക് വന്നത്. നമ്മൾ 5:30-ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ 5:30-ക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം ഒരു 12:30 ആകുമ്പോൾ ഊട്ടിയിലെത്തുന്നതാണ് മാപ്പിൽ കാണിച്ചേക്കുന്നത്. അപ്പം നമുക്ക് കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഡിലേ ഒക്കെ വരുമായിരിക്കും എന്ന് വിചാരിക്കുവാണ്. ഞങ്ങളിപ്പോൾ അവിടുത്തെ വെതർ ഫോർകാസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ ഏകദേശം 13-14 ഡിഗ്രി ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ ചെക്കായിക്ക് വേണ്ട സ്വെറ്ററും തൊപ്പിയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇന്നലെ പോയി മേടിച്ചു. ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ പ്ലാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നലെയാണ് കേട്ടോ ഞങ്ങൾ ഇ പാസിൻ്റെ കാര്യം ഓർക്കുന്നത്. ഇ പാസിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ഒരു സമയത്ത് ന്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇ പാസ് ഇല്ലാണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല എന്നൊക്കെ. പിന്നെ അതിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ ഇന്നലെ ഓർമ്മ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അതിൻ്റെ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് റെസീറ്റും കൂടെ വേണം. റെസീറ്റിൻ്റെ ഇതും കൂടെ അറ്റാച്ച് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഓൾറെഡി ഉണ്ടായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തിട്ട് ബുക്കിംഗ് റെസീറ്റ് മേടിച്ചു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ഇ പാസ് ബുക്ക് ചെയ്തത്. അപ്പോൾ ബുക്കിംഗ് റെസീറ്റ് ഇല്ലാണ്ട് നമുക്ക് ഇ പാസ് കിട്ടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ കുതിരാൻ കൂടിയാണ് കേട്ടോ പോകുന്നത്. പാലക്കാടിനെയും തൃശ്ശൂരെയും കണക്ട് ചെയ്യുന്ന ടണലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തുമ്പോൾ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. കാരണം ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് ഇവിടെ പാലക്കാട് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അച്ചായനും അമ്മച്ചിനെയും കൂടെ കൂട്ടി അവർക്കും കൂടെ ഇത് ഇവിടുന്ന് മേടിച്ച് കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിൽ ഞങ്ങൾ പാലക്കാട് നിന്ന് രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാമശ്ശേരി ഇഡ്ഡലിക്കട നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ടാൽ മതി. മാപ്പിൽ അവർ കറക്റ്റായിട്ട് ലൊക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റോഡിന് ഇച്ചിരി വീതി കുറവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് സ്ലോയിലാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ ഏകദേശം സമയം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡും കഴിച്ച് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് മെല്ലെ യാത്ര തുടരാനുള്ള പ്ലാനിലാണുള്ളത്. പിന്നെ ചെക്കായിക്ക് ഇച്ചിരി പാലൊക്കെ കൊടുക്കാനും നമുക്കൊരു സമയം കിട്ടും. പക്ഷെ അവനിപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ട് അവനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അവന് കൊടുത്തിട്ട് അവന് വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി കട. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി ഹോം എന്നും മാപ്പിലുണ്ട്, ഷോപ്പെന്നും കട എന്നും മാപ്പിലുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടും സെയിം ലൊക്കേഷനാണ് കാണിച്ചത്. ഞാനിപ്പോൾ ഹോം ഇട്ടപ്പോഴും സെയിം തന്നെ കാണിച്ചത്. അപ്പോൾ ഇതാണ് ഇത്ര സൈസുള്ള ഇഡ്ഡലിയാണ് കേട്ടോ വരുന്നത്. ഇതിനകത്ത് അവർ കടലപ്പൊടി ചമ്മന്തിപ്പൊടി തരുന്നുണ്ട്. ചമ്മന്തിപ്പൊടി ഇല്ല കേട്ടോ, ഇഡ്ഡലിപ്പൊടി തരുന്നുണ്ട്. പിന്നെ ചമ്മന്തി, സാമ്പാർ, ഇഡ്ഡലി ഇത്രയാണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. അത് നോക്കി ഒരു കുഞ്ഞ് സെറ്റപ്പാണിത്. നല്ല തിരക്കുണ്ട്. പക്ഷേ ഞങ്ങൾ 8 മണി ആയപ്പോഴത്തേക്ക് എത്തിയുള്ളായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ ഫുഡ് തീർന്നു പോയി. പിന്നെ കറിയൊക്കെ തീർന്നു പോയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്തേ. പക്ഷേ എനിക്ക് അതിനും പേഴ്സണലി 2 കൊല്ലം മുമ്പത്തെ ടേസ്റ്റ് അങ്ങ് തോന്നിയില്ല. ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതിന് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നി. എന്നുവെച്ചാൽ എനിക്ക് ആ ഒരു പഴയ ടേസ്റ്റ് ഒന്നും തോന്നിയേ ഇല്ല. അപ്പോൾ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി ഷോപ്പ് കഴിഞ്ഞ് കുറച്ചിങ്ങ് വരുമ്പോൾ ഈ ക്വാറി കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഞങ്ങൾക്ക് പിന്നെ നിർത്തി ഇറങ്ങാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നില്ല കേട്ടോ. ഞങ്ങൾ വിട്ടു പോവുകയാണ്. അപ്പോൾ വരുന്നവർക്ക് ഇവിടെയും കൂടെ വേണേൽ കണ്ടിട്ട് പോകാൻ നല്ല വലിപ്പമുള്ള ക്വാറിയാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്നുള്ളവർക്ക് ഇറങ്ങാം. കാരണം അവിടെ ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിത് കേരള ബോർഡറൊക്കെ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലേക്ക് മെല്ലെ അങ്ങ് ടച്ച് ചെയ്യാൻ പോവുകയാണ്. ഊട്ടിക്ക് 90 കിലോമീറ്ററും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. കോയമ്പത്തൂരിൽ നമുക്ക് നല്ല താമസം വന്നു. എന്താണെന്ന് വെച്ചാൽ അങ്ങ് ടൗൺ അങ്ങ് വിശാലമായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പിന്നെ രാവിലെ ആയതിൻ്റെ കുറച്ച് ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കോയമ്പത്തൂർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു അരമണിക്കൂർ ഡിലേ നമുക്ക് പിന്നെയും വന്നു. അതിനിടയ്ക്ക് ഞാൻ ചെക്കായിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഫാർമസിയിൽ നിന്ന് സെർലാക്കും കൂടെ മേടിച്ചിരുന്നു കേട്ടോ. അവന് കഴിക്കാൻ ഞാനത് നാട്ടിൽ നിന്ന് മേടിക്കാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി ഒന്ന് മേടിച്ചു. പിന്നെ ഇവിടെ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമുക്ക് ടോയ്ലറ്റിൽ പോക്കാണ് കേട്ടോ. കാരണം പെട്രോൾ പമ്പിലൊക്കെ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര വൃത്തികേടായിരുന്നു. എങ്ങനെ പോകുമെന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കത്തില്ലേ. പോവും വേണം, എന്നാൽ പോവാനിട്ട് തോന്നത്തുമില്ല. ആ ഒരു ടൈപ്പ് ബാത്റൂം സെറ്റപ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനും അമ്മച്ചിയും ഒരു തവണ ഗതികെട്ടങ്ങ് കയറി. പിന്നെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടങ്ങ് കയറാമെന്നുള്ള ഇതിൽ ഞങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിരുന്നേക്കുവാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ടൗൺ ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊരു നാട്ടുമ്പുറ സെറ്റപ്പിലോട്ട് വന്നേക്കാണ്. കാരണം റോഡ് സൈഡിൽ നല്ല മരങ്ങളും ഇതൊക്കെ ആയിട്ട് നല്ല തണലും പച്ചപ്പും ചെറിയൊരു തണുപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം അത്യാവശ്യം നല്ല ചൂടായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ ചെറുതായിട്ടങ്ങ് തണുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടോ. കാരണം ഇവിടെ നമ്മൾ വണ്ടി നിർത്തിക്കുന്നുണ്ട്, ഇവിടെ ടോളും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെക്കിങ്ങും ഉണ്ട്. ഈ ചെക്കിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പി അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സകലമായ സാധനങ്ങൾ നമ്മൾ ഡിസ്പോസ് ചെയ്യണം കേട്ടോ. എന്നാന്ന് വെച്ചാൽ നീലഗിരിയിലോട്ട് നമുക്ക് അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല.
അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സകലമാന സാധനങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പോലീസ് ചെക്കിങ്ങിൽ അവർ ചെക്ക് ചെയ്യും. ഞങ്ങളുടെ പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെക്ക് ചെയ്യില്ല. ജസ്റ്റ് ടിക്ക് തുറക്കാൻ പറഞ്ഞു, ടിക്ക് തുറന്നു, ജസ്റ്റ് ഒന്ന് നോക്കി അടച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ പ്ലാസ്റ്റിക് ഒന്നും എടുത്തില്ലായിരുന്നു. കാരണം അജിന് ഓൾറെഡി ഇങ്ങനെ ഒരു ഓഫീസിൽ ട്രിപ്പ് പോയതുകൊണ്ട് അതിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റേതായിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ടായില്ല. കൊച്ചിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1-2 കണ്ടെയ്നേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. കുപ്പികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തന്നെ അതുപോലെ ചിലപ്പോൾ നമ്മളോട് ഇ പാസും ചോദിക്കും കേട്ടോ. ഞങ്ങളോട് അതൊന്നും ചോദിച്ചില്ല. നോർമലി ഇ പാസിൻ്റെ വെരിഫിക്കേഷനും സാധാരണ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഞാനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ വലിയ കാര്യമായിട്ട് ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ കാര്യമായിട്ട് അങ്ങനെ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ വേഗം തന്നെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ട്രിപ്പ് പോകുന്നവരെല്ലാവരും തന്നെ അതുപോലെ ഇവിടുത്തെ ലോക്കൽസും എല്ലാവരും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ. ഞങ്ങൾ പിന്നെ വലിയ സ്പീഡിലും പോകുന്നില്ല, കുറച്ച് മെല്ലെ സമാധാനം ഡ്രൈവിംഗ് ആണ്. റോഡിൻ്റെ 2 സൈഡും മരങ്ങളും ഇതൊക്കെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നീലഗിരി ഹിൽസിൽ കൂടെയാണ് കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. 2 സൈഡിലും നിറച്ചും മരമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ. എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ മറ്റേ മൂന്നാർ പോകുന്ന റൂട്ടില്ലേ, കോതമംഗലം മൂന്നാർ റൂട്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിൽ പോകുന്നൊരു ഫീലാണ് കേട്ടോ. കാരണം നേര്യമംഗലം ആ കാട് കയറി അങ്ങ് പോകുന്നൊരു പ്രത്യേക വൈബാണ്. സെയിം വൈബാണ് ഈ റൂട്ടിൽ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി കൂനൂർ എത്തി കേട്ടോ. കൂനൂരിൽ നിന്ന് നമുക്ക് ആദ്യം നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടോയ് ട്രെയിനിൻ്റെ ടൈമിങ്ങും അതൊക്കെ ഒന്ന് നോക്കണം. എന്നാന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു കാണിച്ചത്. അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് 7, 8, 9, 10 നമുക്ക് അങ്ങനെയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ട്രെയിനിൻ്റെ ടൈമിങ്ങും ഏത് ലൊക്കേഷനിലേക്ക് പോകേണ്ടത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ടൈം അങ്ങ് സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഷോർട്ടസ്റ്റ് റൂട്ടാണ് കേട്ടോ എടുത്തത്. അതായത് കൂനൂർ ടു ഉദകമണ്ഡലമാണ് കേട്ടോ നമ്മൾ എടുത്തത്. അതായത് ഊട്ടി എന്നല്ല റെയിൽവേ സ്റ്റേഷൻ്റെ പേര്, ഉദകമണ്ഡലം എന്നാണ് വരുന്നത്. അതാവുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുകയും ചെയ്യാം. നമുക്ക് വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. കാരണം ഞങ്ങൾ 2 ദിവസത്തെ പ്ലാനിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും ഇല്ല. പിന്നെ ഫാമിലി ആയിട്ടാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിനെ വെച്ചിട്ട് എത്ര സമയം നമുക്ക് ട്രെയിനിൽ അങ്ങനെ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യലും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ കൂനൂർ ടു ഉദകമണ്ഡലം അല്ലെങ്കിൽ ഉദകമണ്ഡലം ടു കൂനൂർ, ഇത് രണ്ടെടുത്താലും നമുക്ക് സെയിം റൂട്ടിൻ്റെ തന്നെ, മേട്ടുപ്പാളയം ടു ഊട്ടി റൂട്ടിൻ്റെ തന്നെ വൈബ് കിട്ടുകയും ചെയ്യും. കാരണം പൈൻ ഫോറസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം ഈ 2 റൂട്ടിലും വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെന്ന സമയം ഏകദേശം സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുളിരുള്ളൊരു ചൂടും നല്ല തണുപ്പും അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇടിയിപ്പിച്ചായിരുന്നു ഓൾറെഡി. അപ്പോൾ എനിക്ക് ഈ സീനറിയൊക്കെ കാണുമ്പോൾ മറ്റേ മമ്മൂക്കയുടെ ഒരു നീലഗിരി മൂവി ഇല്ലേ, ആ മൂവീസിൻ്റെ അതേ ഇതാണ് കിട്ടുന്നത്. ആ മൂവീസ് നമ്മൾ കണ്ടിട്ടുള്ള കുറേ സീൻസും അതൊക്കെ സെയിം ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാ അത്യാവശ്യം വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് കാണാൻ അങ്ങനെ ചെറിയ വ്യൂ ഒക്കെ കണ്ടപ്പോൾ വണ്ടിയൊക്കെ നിർത്തി പിന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിന്നെ കുഞ്ഞല്ലേ അവനെ ഒന്ന് റിലാക്സ് ഒക്കെ ആക്കി നമ്മൾ മെല്ലെ മെല്ലെ അങ്ങ് ചെയ്യുന്നതാണ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്ത് ലക്ഷണപ്രാസ്ഥ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ. അത് ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തതായിരുന്നു. കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നാത്തതുകൊണ്ട് നമ്മൾ അവരെ ബുക്ക് ചെയ്തത്. ഇത് ഹോട്ടലിനേക്കാളും എനിക്ക് തോന്നിയ ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആണ് കേട്ടോ. അതായത് കാരണം ഒരു വീട് അതിൻ്റെ മുകളിൽ കുറച്ച് റൂംസ് അവർ റെന്റിന് കൊടുക്കുന്ന ഒരു ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പാണ്. അവിടെ തന്നെ കിച്ചണും ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ കിച്ചൺ ഉണ്ട്. കാരണം അവർ ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് നമുക്ക് വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവരനുസരിച്ച് ഉണ്ടാക്കി തരും. നമ്മൾ അതിന് പേയ്മെന്റ് ചെയ്യണം, എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. അതുണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. കുഞ്ഞുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അവർ അങ്ങനെ ഒരു കൺസിഡറേഷൻ തന്നിരുന്നത്. പിന്നെ ചായയൊക്കെ വെക്കാൻ പറ്റും തോന്നുന്നു. ചായ വെക്കാനുള്ള പാത്രങ്ങളും അവിടെ അത്യാവശ്യം എല്ലാ പാത്രങ്ങളും ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഫാമിലി റൂം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലി റൂമിന് ഞങ്ങൾക്ക് അവർ ഒരു ദിവസത്തേക്ക് പറഞ്ഞ റെന്റ് എന്ന് പറയുന്നത് 3000 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരു അഡീഷണൽ ബെഡും കൂടെ തരണം. ചിലപ്പോൾ ഒരാൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണമെങ്കിൽ നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഇപ്പം 4 പേർക്കും കൂടെ കട്ടിലിൽ എന്തായാലും കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 200 രൂപ വരെ എക്സ്ട്രാ പറഞ്ഞു. അഡീഷണൽ ബെഡിന് അവർ 200 റുപ്പീസ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത് അഡീഷണൽ ബെഡ് അവർ നിലത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ടിലും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സുഖമായിട്ട് 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന കട്ടിൽ തന്നെയാണ് കേട്ടോ അത്. ഫാമിലി റൂം എടുത്തുകൊണ്ടാണിത്. കട്ടിലിൻ്റെ സൈഡിലായിട്ട് 2 സൈഡ് ടേബിൾ, പിന്നെ ഒരു ടീപ്പോ, പിന്നെ ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ, ഇത്ര സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ അലമാരയുണ്ട്. അലമാരനോട് ചേർന്ന് ഡ്രസ്സിങ് ടേബിളും ഉണ്ട്. പിന്നെ ബാത്റൂമിലാണെങ്കിൽ ഗ്രീസർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ളൊരു റൂമാണ് നമുക്ക് കിട്ടിയത്. അവരുടെ ഏരിയ ആണെങ്കിലും വലിയ കുഴപ്പം നമുക്ക് തോന്നില്ല. ജസ്റ്റ് ടൗണിനോട് ചേർന്ന് തന്നെയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ടൗണിൽ നിന്ന് അധികം ദൂരമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടൽ നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ബൈ ലക്കിന് കിട്ടിയതായിരുന്നു ഇത്. ബാക്കി എല്ലായിടത്തും നല്ല റെൻ്റായിരുന്നു പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഓൺലൈൻ നോക്കിയത്. നമ്മൾ ഓൺലൈൻ നോക്കിയാണ് എല്ലാം കൺഫേം ചെയ്തത്. കാരണം നമുക്കിപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് അവിടെ ചെന്ന് ഹോട്ടലിൽ കയറി ഇറങ്ങി പോകാനുള്ളൊരു
ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഹോട്ടൽ നോക്കി തന്നെയായിരുന്നു ഡിസൈഡ് ചെയ്തത്. എന്തായാലും നല്ല തീരുമാനമായിരുന്നു. റൂമൊക്കെ നല്ല നീറ്റായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ ബഡ്ജറ്റിൽ നമുക്ക് ഓക്കെ ആയിട്ടായിരുന്നു കേട്ടോ തോന്നിയത്. റൂമിൽ പോയി സാധനം എല്ലാം വെച്ചൊന്ന് സെറ്റിലായതിനു ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ. കാരണം ഇന്ന് കുറച്ചെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം. 2 ദിവസത്തെ പരിപാടിയേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശക്കാനും തുടങ്ങി കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇടയ്ക്ക് ഒന്ന് സ്നാക്സ് കഴിച്ച് അങ്ങനെ ചില്ലറ സ്നാക്സ് കഴിച്ച് ഇങ്ങ് പോരുവാണ് ചെയ്തത്. അല്ലാണ്ട് ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ വിശക്കുന്നതുകൊണ്ട് പിന്നെ ആദ്യം കണ്ട ഹോട്ടലിൽ ഞങ്ങളങ്ങ് കയറി. വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത്. ഹോട്ടലിൽ കാണാനുള്ള ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫുഡ് ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് മാറി ഏകദേശം സാഹചര്യം ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കൊച്ചിൻ്റെ ഫുഡ് മാത്രമായിരുന്നു കേട്ടോ നമുക്ക് പ്രശ്നം. കാരണം അവൻ ജസ്റ്റ് സോളിഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സെറിലാക്കൊക്കെ മേടിച്ചിരുന്നു. പക്ഷെ അവൻ കഴിക്കില്ല എന്നത് കാരണം സെറിലാക്ക് അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കഴിക്കുകയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ ചോറ് മേടിച്ചപ്പോൾ അവന് ഇച്ചിരി ചോറ് കുഴച്ച് കൊടുത്തെങ്കിലും ചോറങ്ങ് അധികം വേവാത്ത പോലെ, നമ്മുടെ സാധാരണ അരിയല്ല, ഈ വെള്ളയരിയില്ലേ ആ ടൈപ്പ് അരിയാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ കുറച്ച് വേവാത്ത പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അവന് കൊടുക്കാനും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇച്ചിരി 2-3 വായൊക്കെ കൊടുത്തു. പിന്നെ അവനുള്ള ഫുഡ് നമ്മൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും അവനുള്ള ഫുഡ് അത്ര പോരായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ച് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നേരെ പോകുന്നത് ലൗഡേലിലോട്ടാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലൗഡേയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല പൈൻ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. റോഡാണെങ്കിലും നല്ല റോഡാണ് കേട്ടോ. നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പോൾ ലൗഡേലിൻ്റെ അവിടെ എത്താനായപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുക്കനെ അവിടെ വണ്ടി നിർത്തി ചെറുക്കനെ സ്വെറ്ററൊക്കെ ഇടിപ്പിച്ചു. കാരണം നല്ല തണുപ്പായി തുടങ്ങിയായിരുന്നു. ഏകദേശം വൈകിട്ട് സമയമായി. അപ്പോൾ പിന്നെ തണുപ്പ് അവന് ഒരുപാട് അടിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അപ്പോൾ തന്നെ സ്വെറ്ററൊക്കെ ഇട്ട് ചെറുക്കനെ മൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ നേരെ ആദ്യം പോയത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനാണ് കേട്ടോ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് 4 പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. ചെക്കായി ആണെങ്കിൽ ഇത് എന്താ സംഭവം എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിഴിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അറൈവൽ ടൈമും ഡിപ്പാച്ചർ ടൈമും ഏത് റൂട്ടിലുള്ള ട്രെയിനാണ് ഇതിലൂടെ പോകുന്നതൊക്കെ ഉള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ സ്റ്റേഷൻ കാണാൻ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൈൻ മരങ്ങൾ അതൊക്കെ ഉണ്ട് അതിന് ചുറ്റും. ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അതായത് ഒരു കുഞ്ഞ് സ്റ്റേഷൻ. എനിക്ക് ട്രെയിൻ ഒരു മിനിറ്റൊക്കെ നിർത്തുന്ന അത്രയ്ക്കുള്ള ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സീസണിനേക്കാളും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ തണുപ്പിൻ്റെ അവസാനമായിട്ട് സ്പ്രിംഗ് ഒക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഊട്ടി ലേക്കാണ് കേട്ടോ. അപ്പോൾ ഊട്ടി ലേക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. പക്ഷേ ഊട്ടി ലേക്കിലാകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഞങ്ങൾ തന്നെ ഒരു വിധത്തിൽ വണ്ടി എവിടെയൊക്കെയോ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നടന്നു പോവാണ് കേട്ടോ. ചെറുക്കനാണെങ്കിൽ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ വണ്ടി പാർക്കിങ് കുറച്ച് ദൂരെയാണ് കിട്ടിയത്. അവിടെ ഞങ്ങൾ നടന്നാണ് വരുന്നത്. ലേക്കിലാണെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുതിരേനെ കെട്ടിയേക്കുന്നത് കണ്ടോ. ഇതൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല ചാണകത്തിൻ്റെ മണമാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നത്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഇറങ്ങി വരേണ്ടി വന്നത്. അപ്പോൾ ഇതിൽ കുതിരയുടെ പുറത്ത് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് നോക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം കൊച്ചിനെയും കൊണ്ടൊന്നും എന്തായാലും അതിൻ്റെ പൊക്കത്തൊന്നും കയറൽ നടക്കില്ല. ഇപ്പോൾ ഈ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അത് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഈ കുതിരപ്പുറത്ത് കയറ്റമൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബോട്ട് ഹൗസിൻ്റെ ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ഉള്ളിലോട്ട് എൻട്രൻസിൻ്റെ ടിക്കറ്റ്. ചെറിയ തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്നിടത്ത്. പിന്നെ ഞങ്ങളവിടെ വന്നു. പക്ഷേ ടിക്കറ്റ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എത്താനായപ്പോഴാണ് ഞാൻ അവിടെ ഒരു കുഞ്ഞു QR കോഡ് കണ്ടത്. നമുക്ക് ആ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് അടിച്ചിട്ട് ടിക്കറ്റ് എടുക്കാം കേട്ടോ. കണ്ട് ബോട്ട് ബുക്കിംഗ് എന്ന് എഴുതിയേക്കുന്നുണ്ട്. സ്കാൻ ദ QR കോഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ QR കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അത് അങ്ങ് എത്തിയപ്പോഴാണ് കണ്ടത്. പിന്നെ ഞാൻ വെച്ച് പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ മാനുവലായിട്ട് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂവിലോട്ട് വരുവാണ്. ഇത് നമ്മൾ ലേക്കിൻ്റെ അവിടെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള എൻട്രി ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് ഇവിടെ കാണിച്ച് അവർ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. അതുപോലെ ഇവിടെ ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 25 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്ത് ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിനി ബോട്ട് സർവീസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. ഈ 25 രൂപ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ചാർജ് മാത്രമാണ്. അതിനകത്ത് നമ്മൾ വേറെ എന്തെങ്കിലും സർവീസ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ബോട്ടിൽ കയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു കഫറ്റീരിയ പോലൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അതായത് നമുക്ക് സ്നാക്സും ജ്യൂസ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന വേറൊരു സെറ്റപ്പ് ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് പോലൊരു കുഞ്ഞ് സെറ്റപ്പ് അതൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അത് നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതിനുള്ളിൽ തന്നെ കഴിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അതിനുള്ളിലോട്ടൊക്കെ നടന്നു. കാരണം വൈകിട്ടായി, ഓൾറെഡി ഒരു 6 മണി സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ കയറാനുള്ള ഇതൊന്നും ഇല്ല. കാരണം അതിനുള്ള സമയമില്ല.
പിന്നെ ചെറുക്കനും ഉണ്ട്. അവനും അധികം അങ്ങ് തണുപ്പടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ബോട്ടിലൊന്നും കയറേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു ചായയും കുടിക്കാനുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ അടിപൊളിയായിരിക്കും തോന്നിയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ചായക്കടയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുവാണ്. ഇവിടെ ബോട്ടിംഗ് സർവീസ് അല്ലാണ്ട് തന്നെ വേറെ പാർക്കും ഉണ്ട് കേട്ടോ. പാർക്കിനുള്ളിൽ നമുക്ക് ഡിഫറെൻറ്റ് റൈഡ്സ് ഉണ്ട്, അതിലൊക്കെ കയറാൻ പറ്റും. ഈ ആകാശ ഊഞ്ഞാൽ, അതുപോലെ തന്നെ വേറെ കുറച്ച് ടൈപ്പ് റൈഡ്സ് ഒക്കെ ഉണ്ട്. നമുക്കതിലൊക്കെ കയറാൻ പറ്റും. അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഞങ്ങൾ ആ സൈഡിലോട്ട് അങ്ങ് പോയില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ കാണുവാണ് ചെയ്തത്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് അവിടെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ചാർജ് നമ്മൾ കൊടുക്കണം എന്ന് മാത്രം. നമ്മളിപ്പോൾ വന്ന് ഏകദേശം വൈകിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതിലൊന്നും കയറാൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ടൊരു ചായയും കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്തു. ഞങ്ങൾ രാത്രിയിലത്തേക്കുള്ള ഫുഡും മേടിക്കണം. അപ്പോൾ നാളത്തെ പരിപാടി വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.